മണം വരുന്നുണ്ട്. അനക്കും വരുന്നുണ്ടോ? അപ്പൊ എന്റെ മൂക്കിന്റെ അപ്പ എന്റെ മൂക്കിന്റെ ഒപ്പാകര ഞങ്ങൾക്ക് രണ്ടാക്കും വരുന്നുണ്ട്. എന്റെ പഠിച്ചോനെ ഞാൻ എന്താ കാട്ടിന്റെ മൂക്കോണ്ട് ഇപ്പൊ മൂക്ക് അവിടെ തന്നെ ഇല്ലേ? ഒന്ന് നോക്കി നോക്കട്ടെ. അയ്യോ എന്റെ മൂക്ക് കാണാല്ല. കണക്കല്ലേലും മൂക്കും ചെവിയൊക്കെ ഉണ്ടോ പോലെ എന്തോ കറക്കാൻ പറ്റിയ കാരം അങ്ങനെ പറയല്ലേ മുത്തേ. ഇത് വല്ലാങ്ങട്ട് ഏൽപ്പിച്ചിട്ടോ. ഇത് തന്റെ കാര്യം നടത്താൻ വെച്ച് നല്ലോണം അറിയും. എന്റെ പാറൂസ ഞങ്ങൾക്ക് രണ്ടാക്കും തോന്നിയ കാര്യം എനിക്ക് വേണമെന്ന് വരുന്നില്ല. നടക്ക് വരെ വെച്ച് പഠിച്ചോളും. എന്റെ ഉമ്മാക്കൊരു മരോള് വേണം, എന്റെ ഉപ്പാക്കൊരു മോള് വേണം, എനിക്കൊരു പെണ്ണിനെ വേണം, ആരോ ആരാരോ. എന്താ ഇപ്പൊ ഒരു പാട്ടൊക്കെ? അത് പിന്നെ വെറുതെ ആക്ക് മനസ്സിലായി. പോടാ അവിടുന്ന് വണ്ടി ചോദ്യം. എന്താ പോന്റെ മുഖത്തൊരു ഇൽമ? എനിക്ക് അറിവ് നീ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിരിക്കണേ. എന്റെ മണം വരലിൽ നീ നിന്നില്ലേ? എന്നാലും ചുരോളം ചോദിച്ചോക്കെ ഓൾക്കുണ്ടോന്ന്. അത് ശരിയാ, ഞാൻ അവളോട് ചോദിച്ചോട്ടെ. എടി ലച്ചു, എന്താടി നിനക്ക് എന്തെങ്കിലും മണം ഉണ്ടോ ഇവിടെ ക്ലാസ്സില്? ആടി എന്തോ ഒരു മണം വരുന്നേ. കുറെ നേരം എന്നോട് ചോദിച്ചാൽ നോക്കണം. പിന്നെ ഞാൻ എന്തെങ്കിലും ആലോചിച്ചാൽ മറക്കും. ഞാൻ ശിവക്കും ഉണ്ടോച്ചാക്കാം. എടി ശിവ അനക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ? ആടി എന്തോ ഒരു വളിഞ്ഞ നാട്യം എന്നോട് കുറെ നേരമായി. അപ്പൊ അതെല്ലാവർക്കും ഉണ്ടല്ലേ? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് കുറെ നേരമായി കൂടെ മണം വരലെടുത്തിട്ട്. എനിക്കും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ് സർ. സിറ്റ് ഡൗൺ. എടാ പോവാ മണലിന്റെ കാര്യം ടീച്ചറോടും പറഞ്ഞോക്കാം. അയ്യേ എനിക്കൊന്നും വയ്യ, ഈ വേണേ പറഞ്ഞോ. എടി പാറു ടീച്ചറോട് ആ മണം വരുന്നോന്ന് പറഞ്ഞോക്കാം. ഏയ് ഞാൻ പറയില്ല. എന്താ എനിക്ക് പറഞ്ഞാലേ? എനിക്കയ്യ കുട്ടികളുടെ അടിയിൽ വസാല് നീ പറയണ്ട. ഈ മണം ഇങ്ങനെ കേട്ടിരുന്നു. ടീച്ചർക്കും കുറച്ച് നേരം മണം വരുമല്ലോ, അപ്പൊ നമുക്ക് പറയാം. എന്നാ ടീച്ചർക്ക് മണം വരുന്നവരവിടെ നിന്നോട്ടല്ലേ? എന്താ നിങ്ങൾക്കാർക്കും ഒരു ഉഷാറില്ലാത്തേ? ഒന്നുമില്ല ടീച്ചർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു എടുത്ത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ഉണ്ടായിരുന്ന ടീച്ചർ? ഉണ്ടായിരുന്നു. ഞാൻ ആ കാര്യം പറ്റി പറഞ്ഞു. എല്ലാരും ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്നിട്ട്? അയ്യോ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. എന്നൊരു കാര്യം ചെയ്യാം, ടീച്ചറോട് മണത്തിന്റെ കാര്യം പറയാം. അപ്പൊ ടീച്ചർ അതില് മറന്നോളൂ. ടീച്ചർക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ? എന്ത് മണം? എനിക്കൊരു മണമില്ലല്ലോ. എന്നാ ടീച്ചർ നിൽക്കുന്നിടത്തേക്ക് ഉണ്ടാവില്ല. ടീച്ചർ ഒന്നിട്ട് മുമ്പ് വന്നോക്കാം. നീ എന്നെ കളിയാക്കുണ്ടോ? കളിയാക്കല്ല ടീച്ചർ, ഇങ്ങോട്ടൊന്ന് വന്നോക്കാം. അവിടേക്ക് നല്ല മണമുണ്ട്. എന്തൊരു നാട്ടം ഉണ്ടല്ലോ ഇവിടെ. ഇതെന്താ ഇപ്പൊ ഇവിടെ ഒരു നാട്ടം വരുന്നേ? അതിനെ ടീച്ചറെ കുറെ നേരമായി തുടങ്ങിയിട്ട് ഞങ്ങൾക്കൊന്നും കാണാനില്ല. എന്നാ നല്ല മണം ഉണ്ടായിരുന്നു. ആണോ? എന്നിട്ട് അതുവരെയും പറയായിരുന്നു. ടീച്ചർക്കാണെങ്കിലും ഇവിടെ വന്നപ്പോഴാ മണം വന്ന. അങ്ങോട്ട് മണമില്ല. നിങ്ങൾ എല്ലാരും ഒന്ന് നീച്ചിട്ടെ നിങ്ങൾ ബെഞ്ചിലോട്ടിലോ കാലിലോട്ടിലോ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടോ. ഞാൻ എന്തായിരിക്കും ഇപ്പൊ? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ ഇല്ല. അപ്പൊ ഈ നോക്കിയാക്കാ. ഇവിടെ ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഉണ്ടോ? ഇല്ല ഇവിടെ ഇല്ല. നീ പാറ നോക്കിയാക്കാ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഇല്ല. ഇവിടെ അല്ല ടീച്ചർ. ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല ടീച്ചർ. അവിടെ ഒന്നുമില്ലേ? പിന്നെ എവിടെ നിന്നായിരിക്കും മണം? ഇതിപ്പോ വല്ലാത്ത കഷ്ടായല്ലോ. നിങ്ങൾ ഒന്നും കൂടി നോക്കിയേക്കേ. നേരെ നോക്കിയിട്ടില്ലല്ലോ നിങ്ങൾ കാലിന്റെ അടിയിലൊന്നും. പാറ നോക്കാത്ത തീരെ. ഞാൻ കുറെ വട്ടായി നോക്കൂടെ, ഞാൻ കണ്ടിട്ടില്ല. ഒന്നും കൂടി നോക്കിയേക്കേ. അന്നത് ലാസ്റ്റ് തട്ടാട്ടെ നോക്കണോ? അയ്യേ എന്ത് പറ്റി? വേറെ എന്തേലും ഉണ്ടോ? എന്നിട്ടൊന്ന് വാ ടീച്ചർ. അയ്യേ ഇതെന്താ അപ്പ്യോ? ഇതെങ്ങനെ ഇവിടെ വന്നേ? എനിക്കറിയില്ല ടീച്ചർ. ഞാൻ എന്താ ചെയ്യും? എന്റെ കാലിൽ ഫുള്ളായി, പാന്റിലും ഒക്കെ ആയി. ഞാൻ എന്ത് ചെയ്യും? വല്ലാത്തൊരു കഷ്ടായി പോയി. അപ്പ്യോ ഞാനൊന്ന് നോക്കട്ടെ. അയ്യേ ഇതെങ്ങനെ ഇവിടെ വന്നേ? പാറുട്ടതേ കാരണ. ഞാനല്ല. ഈ അല്ലാന്ന് ഞങ്ങൾക്കൊക്കെ അറിയില്ല പാറു. പിന്നെ എന്തിനാ ഈ കറിയുന്നു? അയ്യേ പാറുവിന്റെ മേത്ത് കൂടി ഫുള്ളായല്ലോ. അയ്യ ഇനി ആ മണത്തൊട്ടിക്കൂല. ശരിയാ, നീ പറയണ നല്ല മണേക്കാരായി. ടീച്ചർ അവൾ പറയണ നോക്ക്. എന്തിനാ അബു നീ ഓളെങ്ങനെ വെറുതെ വിഷമിപ്പിക്കണേ? പറയുന്ന കേട്ടോ ഉൾട്ടാന്ന് തോന്നൂലോ. ഓളെന്നെ കരല്ല. ഓളെ കാലിലോട്ടിൽ പിന്നെ എങ്ങനെ വരുന്നേ? ഞാനല്ലാന്ന് പറഞ്ഞില്ലേ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയണേ? അതിന് ഞാനും ആലോചിക്കണു. ഓളെ കാലിലോട്ടിൽ പിന്നെ എങ്ങനെ വന്നേ? എനിക്കറിയില്ല ടീച്ചർ, ഞാനല്ലാന്ന് പറഞ്ഞില്ലേ. ടീച്ചർ എന്നെ കുറ്റപ്പെടുത്തണേ. അത് സാറല്ല പാറു, ടീച്ചർ നേരാക്കിക്കോളാം. നീ ഒരു കാര്യം ചെയ്യും, ബാത്റൂമിൽ പോയിട്ട് ആ പാന്റും ആ ചെരുപ്പൊക്കെ കേൾക്കിടും. എന്നിട്ട് വായട്ടോ. കൈയും കാലൊക്കെ നേരെ വാശി കിട്ടോ. അപ്പൊ എന്റെ പാന്റിലൊക്കെ ആയില്ലേ? പിന്നെ പാന്റ് കേൾക്കിട്ട് ഞാൻ എന്താ ഇടുക? ഞാനൊരു കാര്യം ചെയ്യാം, നിന്റെ അമ്മക്ക് വിളിച്ചു പറയാം പാന്റ് കൊണ്ടുവരാൻ വേണ്ടിട്ട് കേട്ടോ. ഏതായാലും നിന്റെ വീട് ഇവിടെ കുറച്ച് എടുത്തന്നില്ല, അപ്പൊ അമ്മ കൊണ്ടുവന്നോളൂ. എന്നാ പിന്നെ നിനക്ക് മാറ്റി ഇട്ടാ മതിയല്ലോ. അയ്യേ എന്നിട്ട് ഞാനിത് കേൾക്കണോ? ഞാൻ ഡ്രസ്സ് കേൾക്കാൻ തന്നെയല്ല. പിന്നെ ഈ ഡ്രസ്സ് എന്ത് ചെയ്യും? ടീച്ചർ കേൾക്കുവോ? അതൊന്നും നടക്കൂല. അതിനാ പറയണേ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ബെഞ്ചിന്റെ മുള്ളും ബെഞ്ചിന്റെ അടിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ടാണ് ക്ലാസ്സിൽ കയറി ഇരിക്കാൻ. ഇത് മാത്രമല്ല, അല്ല പാമ്പ് ചേരുണ്ടെങ്കിൽ നമ്മൾ കാണുമോ? അതിനാ പറയണേ അതൊക്കെ നോക്കിയിട്ട് വേണം ക്ലാസ്സിൽ ബെഞ്ചിൽ ഇരിക്കാൻ കേട്ടോ. പാറുവിന്റെ ഒരു അവസ്ഥയെ. എന്തായാലും നീ ടോയ്ലറ്റിൽ പോയിട്ട് ഇതൊക്കെ കേൾക്കുക. ഞാൻ അപ്പത്തേനും അമ്മനെ വിളിച്ച് പറയാം. ഓക്കെ ശരി. ഞാനങ്ങോട്ട് മാറിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ മേത്താവും. ഈ ടീച്ചറെ മണം കൊണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യ. എന്നാൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ ആ പ്ലേ ഗ്രൗണ്ടില്ലേ അവിടെ പോയി കളിക്കട്ടോ. അപ്പത്തേനും ടീച്ചറൊക്കെ വൃത്തിയാക്കിയിട്ട് വന്ന് വിളിക്കാം. അങ്ങനെയും കളിക്കാൻ പോകാൻ പറ്റിയല്ലോ. അങ്ങനെയൊന്നും സന്തോഷിച്ചിട്ട് കാര്യമല്ല. എന്റെ കയ്യിൽ അപ്പം വിളിക്കാം. അപ്പടെ വന്നോണ്ട് ഓടിക്കടാ. പോരാ പോണു. ഞാനും ഉണ്ടടാ. നിക്കടാ. ഇതുണ്ടേ വേഗോട്ട് പോണൂടെ. ഇങ്ങനെ എന്തായാലും പോണില്ലേ? പോവില്ലേ ടീച്ചർ? ഞാനിത് എങ്ങനെ ഇവിടെ വന്നൊരു എഴുതിട്ടുള്ളല്ലോ. വല്ലാത്തൊരു കഷ്ടം. നീ ഇപ്പൊ നേരാക്കാൻ നിൽക്കണ്ടേ? അത്രയും ടൈമിലുള്ള പഠിപ്പും മടങ്ങുന്നു. അല്ലെങ്കിൽ തന്നെ ഇന്ന് എക്സാമിന് കുറച്ച് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പത്തേനും അങ്ങനത്തെ ഓരോരോ പുലിവാലി. എന്തായാലും നേരാക്കാം. അല്ല അപ്പൊ നേരാക്കാൻ ഇങ്ങോട്ട് പറ്റൂലല്ലോ. നാശം.
വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾ അപ്പി ഊരി മടുത്തു. ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് അപ്പി വരല പണി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ഞാനെന്നുള്ളല്ലോ വൃത്തിയാക്കാനും ഇവിടെ. ആവോ അങ്ങനെ ഒരു വിധം കഴിഞ്ഞു. ക്ഷീണിച്ച്. അയ്യോ ഒരു കാര്യം മറന്നല്ലോ, പാറൂസിന്റെ അമ്മക്ക് വിളിക്കാന്ന് പറഞ്ഞല്ലേന്നു. ഒരു ടോയ്ലറ്റിൽ വെറുതെ നിൽക്കായിരിക്കും. വിളിക്കട്ടെ. ഹലോ, പാറുവിന്റെ അമ്മല്ലേ? അതെ, എന്താ ടീച്ചർ? പാറുവിന്റെ മേലെ അപ്പി ആയിട്ടുണ്ട്. അപ്പൊ അവിടെ ഡ്രസ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ടോയ്ലറ്റിൽ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഡ്രസ് ഒന്ന് കൊടുത്തു തരാൻ പറ്റുമോ? എന്താ ഞാനീ കേൾക്കുന്നത്? അവൾ അപ്പിട്ട ക്ലാസ് അല്ല, ഡസ്കിന്റെ ചോട്ടിൽ എന്താ അപ്പി ഉണ്ടായിരുന്നു. അത് അവളുടെ പാൻറ്റിലും ചെരുപ്പിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ കേൾക്കാൻ ടോയ്ലറ്റിൽ കൊട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഡ്രസ് കൊണ്ടോ? അയ്യോ ഇത് എന്ത് ചെയ്യും ടീച്ചർ? അതൊക്കെ ശരിയാക്കിക്കോളൂ. നിങ്ങൾ ഡ്രസ് കൊടുന്നാ നിങ്ങൾക്ക് ഇടായിരുന്നു. ഞാൻ വേഗം കൊണ്ടുവരാം ടീച്ചർ. വേഗം കൊണ്ടുവരണം കേട്ടോ, ഞാൻ വിളിക്കാൻ പറഞ്ഞതാ. അവള് ടോയ്ലറ്റിൽ വന്ന് നിൽക്കായിരിക്കും, ഒന്നും കൊടുക്കാനുണ്ട്. ഞാൻ വേഗം വരാം ടീച്ചർ. എന്നാ ശരി കേട്ടോ. ഓക്കെ ടീച്ചർ. ഇനിയിപ്പോ കുട്ടികളെ പോയി വിളിക്കട്ടെ. അപ്പൊ നീ ക്ലാസ് എടുക്കാൻ തുടങ്ങിയല്ലേ? പാറുക്കുട്ടിയുടെ ടീച്ചർ? ഓള് ബാത്റൂമിൽ പോയിരുന്നില്ലേ, പിന്നെ വന്നിട്ടില്ല. ഓള് അമ്മ ഡ്രസ് കൊണ്ട് ഇറങ്ങിട്ട് വരുള്ളൂ. അതുവരെ ഓളവിടെ ബാത്റൂമിൽ നിൽക്കുക. അതെ, ഞാനും പോയിക്കോട്ടെ ടീച്ചർ. അതെന്തിനാടാ അബു? ഓൾക്ക് തണുക്ക്. ഇജിപ്പ അങ്ങനെ തണുക്ക് വേണ്ടിട്ടോ, ഓളെ നടന്നോട്ടെ. ഓൻ്റെ ഒരു തണുക്കും അവല്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്ത് ലാസ്റ്റ്? പാറുക്കുട്ടി ഇറക്ക ടീച്ചർ. എന്നിട്ട് ക്ലാസ് എടുക്കാം. ഓള് വന്നോളൂ, നമുക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ് എടുത്ത് നമുക്ക് അറിയില്ലല്ലോ, നമുക്ക് ഓള് വന്നിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഈ മന്ത് ലാസ്റ്റ് എക്സാം ആട്ടെ, പിന്നെ വേണമെങ്കിൽ പഠിച്ചോളി. അതിന് ഇനിയും ടൈം ഉണ്ടല്ലോ. ടൈം ഉണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിരിക്കും. എന്നിട്ട് ലാസ്റ്റ് പഠിച്ചാൽ തീരെ ടൈം ഉണ്ടാവില്ല. എന്നിട്ട് എക്സാം പേപ്പർ വരുമ്പോൾ എല്ലാവരും മാർക്ക് കണ്ടിട്ട് ഇങ്ങനെ അന്തം മുട്ട് തള്ളിയും കുളിച്ചിരിക്കേണ്ടി വരും. ഓല് പറയുന്ന കേട്ടാ തോന്നുന്നു, ഓൽക്കൊക്കെ പഠിപ്പിച്ച് അപ്പം തന്നെ പഠിക്കുന്ന ആൾക്കാരത്. എന്നിട്ട് ക്ലാസ് എടുത്തിട്ട് പിന്നെ പഠിച്ച് എത്ര പഠിച്ചാലോ തന്നെ വണ്ടി കയറിയ. നിങ്ങൾക്ക് വണ്ടി എടുക്കണില്ല, അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എടുത്താൽ പോയി. ഇപ്പൊ ബെല്ലടിച്ചു, നീ എടുത്തിട്ട് കാര്യമില്ല. ടീച്ചർ അയ്യോ എന്താ ഇത്? നീ എന്താ ഇതിട്ടിട്ട് ഇങ്ങോട്ട് പോന്നേ? അത് പിന്നെ അവിടെ ആരും ഇല്ലല്ലോ, കുറെ നേരം ഞാൻ അവിടെ നിൽക്കണു. അപ്പൊ ഞാൻ ഇതിട്ടിട്ട് ക്ലാസ്സിൽ പോന്നതാ. അവിടെ ആരും ഇല്ലെങ്കിൽ ആൾക്ക് അവിടെ നിന്നൂടായിരുന്നില്ല. എന്തിനാ ഇങ്ങോട്ട് പോകുന്നു ക്ലാസ്സിക്ക് കുട്ടികളടിക്ക്? അത് പിന്നെ പുറത്ത് നിന്നപ്പോ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അല്ലേ, ഓലൊക്കെ എന്നെ നോക്കിയിട്ട് കളിയാക്കുക. അതാണ് ക്ലാസ് കോടി വന്ന്. എന്താ പറയും ഇത് സ്കൂളിൽ ക്ലാസ് റൂം അല്ലേ, അല്ല വീടൊന്നല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല എന്നോട് നമുക്ക് വിളിച്ചാൽ ഡ്രസ്സ് കൊണ്ടുവരാന്ന്. അപ്പൊ ആ ഡ്രസ്സ് കിട്ടിയാൽ ഞാൻ അമ്മന്റെ അടുത്തേക്ക് കൊണ്ടുവരൂലേ? അതിന് മുന്നേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ കുറെ നേരമായില്ലേ ഞാൻ അവിടെ നിൽക്കണു. ഓലെന്നെ കളിയാക്കിയപ്പോ ഞാൻ ക്ലാസ്സിക്ക് പോന്നതാണ്. കളിയാക്കാണ് എന്നോട് വന്ന് പറയില്ലയ്യ, അല്ല